ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടക്കാച്ചി മീൻകറി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ നമ്മുടെ മീൻകറിക്ക് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ച് ചേർക്കുകയാണെങ്കിൽ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതാണ്. അങ്ങനെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ഒന്ന് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആയതുകൊണ്ടാണ് പകുതി ചേർത്തിരിക്കുന്നത്. കുഞ്ഞു തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർക്കാമേ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. ഈ തക്കാളിയെല്ലാം വെന്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴന്ന് ഉണ്ടോ, ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വരണം തക്കാളി. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിരിയൻ മുളകും സദാ മുളകും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം. അതിലെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. നമ്മൾ തയ്യാറാക്കുന്ന മീൻകറിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും അതിൻ്റെ വെള്ളവും കൂടെ മൊത്തമായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ ഇത് അടച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നമ്മുടെ മീൻ കറിയുടെ മിക്സ് എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന് ചെമ്പല്ലിയാണ് ചെമ്പല്ലി മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്പല്ലി എന്ന് പറയും, പിന്നെ ഇതിന് ഉണ്ണിമേരി എന്നൊക്കെ പറയും കേട്ടോ. ആ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ദശയുള്ള മീനൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. കട്ടിയുള്ള മീൻ നന്നായിട്ട് നമുക്ക് ഈ കറി ഇങ്ങനെ തയ്യാറാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ കറിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയെല്ലാം ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പൂടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വേണ്ടത്ര ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി അടച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി കുറുകി തിളച്ച് വരട്ടെ. മീൻകറി എല്ലാം ഒന്ന് നന്നായിട്ട് കുറുകി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്